നമസ്കാരം. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ബോട്ടം ലെവലിൽ നിന്നും 3.52% അല്ലെങ്കിൽ 800 പോയിന്റ് ഉയർന്നു. 800 പോയിന്റ് ഉയർന്ന് മാർക്കറ്റ് 23,300-നടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. വരും ദിവസങ്ങളിലും മാർക്കറ്റിൽ ഈ ഒരു ബൈയിങ് മൊമെൻറ്റം നിലനിൽക്കുമോ എന്നുള്ള ഫാക്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിശോധിക്കുന്നത്. മാർക്കറ്റിൽ വന്നിരിക്കുന്ന ബൈയിങ് മൊമെൻറ്റം പ്രധാനമായും മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ന്യൂസിനെ ആശ്രയിച്ചിരിക്കും. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ഉടൻ തന്നെ പരിഹരിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയുടെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ 2 ദിവസമായി മാർക്കറ്റിൽ റിക്കവറി വന്നത്. അതേസമയം അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന പല സമാധാന ശ്രമങ്ങളെയും ഇറാൻ നിരാകരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റ് വോളറ്റൈലായി തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. കഴിഞ്ഞ 2 ദിവസം മാർക്കറ്റ് ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകിയെങ്കിലും ഇന്ത്യ വിക്സ് 25-ന് അടുത്തായിരുന്നു. കൂടാതെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ക്രൂഡ് ഓയിലിൻ്റെ വില പരിശോധിച്ചാൽ ബ്രന്റ് ക്രൂഡിൻ്റെ വില 4% ഉയർന്ന് $107 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. ഇതൊക്കെ വാർ അവസാനിക്കുന്നില്ല, കാര്യങ്ങൾ അതേ ഗതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റിൽ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് വന്ന റിക്കവറിയെ പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കുകയില്ല. കൂടാതെ മാർച്ച് മാസത്തിൽ മാത്രം മാർക്കറ്റ് 7.5% ഇടിഞ്ഞിട്ടുണ്ട്. ഇൻഡെക്സ് ഓൾ ടൈം ഹൈയിൽ നിന്നും ഏകദേശം 20%-നടുത്ത് ഡിസ്കൗണ്ടിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് ആണ് നടത്തിയത്. മാർച്ച് മാസത്തിൽ മാത്രം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 1.12 ലക്ഷം കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. 2026-ലെ മാർക്കറ്റിൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കിയാൽ മാർക്കറ്റ് മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ആദ്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവോടുകൂടി IT സെക്ടറിൽ ഡിസ്റപ്ഷൻ വന്നു. അതിനുശേഷം മിഡിൽ ഈസ്റ്റിൽ ഉടലെടുത്തിരിക്കുന്ന സംഘർഷം മൂലവും മാർക്കറ്റ് കറക്റ്റായി. കഴിഞ്ഞ 4 മാസമായി മാർക്കറ്റ് നെഗറ്റീവ് സൈഡിലാണ് കഴിഞ്ഞ 3 മാസമായി മാർക്കറ്റ് നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകുന്നത്. മാർച്ച് മാസത്തിൽ കൂടി മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ തുടർച്ചയായ 4-ാം മാസവും മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുന്നു എന്ന ലെവലിലേക്ക് കൂടിയെത്തും. അതോടൊപ്പം തന്നെ രൂപയുടെ മൂല്യം $94 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും $94 പെർ ഡോളർ എന്ന ലെവലിലേക്ക് എത്തുകയും രൂപയുടെ മൂല്യം ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ക്രൂഡിൻ്റെ വില കൂടി ഉയർന്നത് കൂടുതൽ തുക അതായത് ഡോളറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ തുക ക്രൂഡ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിന് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ ഉയർത്തുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ലോങ് ടൈമിൽ ക്രൂഡിൻ്റെ വില ഉയർന്നു നിൽക്കുന്നതും ഡോളറിൻ്റെ മൂല്യം ഉയർന്നു നിൽക്കുന്നതും ഇന്ത്യൻ എക്കോണമിയെ പോലും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റിൽ ഇപ്പോൾ വന്ന റാലി സസ്റ്റെയിൻ ചെയ്യുമോ എന്ന് കൃത്യമായി ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല. അതേസമയം മാർക്കറ്റിൽ വോളറ്റിലിറ്റി വരാനും മാർക്കറ്റ് ഈ ലെവലിൽ നിന്നും താഴത്തെ ലെവലിലേക്ക് പോകാനുമുള്ള സാധ്യത കൂടുതലാണ്. ബ്രോഡ്ലി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 22,450-നും 23,850-നും ഇടയിലുള്ള ഒരു മൂവ്മെൻറ്റ് വേണം മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ. 23,500 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 23,000, 23,150 തുടങ്ങിയ ലെവലുകൾ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. 23,150 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ മാർക്കറ്റിന് 22,850-നടുത്തായിരിക്കും അടുത്ത സപ്പോർട്ട് ലഭിക്കുക. ഇന്ത്യ വിക്സ് 25-ന് മുകളിൽ ട്രേഡ് ചെയ്യുന്നതും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ വന്നതും ക്രൂഡിൻ്റെ വില $107 പെർ ബാരലിനടുത്ത് ട്രേഡ് ചെയ്യുന്നതുമൊക്കെ മാർക്കറ്റിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. അതേസമയം മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രധാന പോസിറ്റീവ് അപ്ഡേറ്റ്, ഹോർമൂസ് കടലിടുക്ക് വഴി ഇറാനുമായി സൗഹൃദത്തിലുള്ള രാജ്യങ്ങൾക്ക് ഹോർമൂസ് കടലിടുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇറാൻ തുറന്നു നൽകുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് ഇന്ത്യയെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റാണ്. ഇന്ത്യ നേരിടുന്ന ഗ്യാസ് ഷോർട്ടേജ്, LPG ക്രൈസിസ് തുടങ്ങിയവ വരും സമയങ്ങളിൽ പരിഹരിക്കാൻ സാധിച്ചേക്കും എന്നതിനെക്കുറിച്ചുള്ള എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പോസിറ്റീവ് പോസിറ്റീവ് ഫാക്റ്റായിട്ട് വേണം ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്നു എന്നുള്ള ന്യൂസ് എടുക്കാൻ. അതേസമയം ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ നേവൽ ചീഫിനെ ഇസ്രായേൽ വധിച്ചു എന്നുള്ളൊരു ന്യൂസ് ഇറാനെ കൂടുതൽ പ്രകോപിതരാക്കാനും കൂടുതൽ അറ്റാക്ക് നടത്താനും പ്രേരിപ്പിച്ചേക്കാം. ഇത് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി ഉയർത്തുന്ന ഒരു പ്രധാന അപ്ഡേറ്റ് കൂടിയാണ്. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. പ്രധാനമായും റീസെൻ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡായ 5 കമ്പനികളുടെ 5 സ്റ്റോക്കുകളുടെ
പ്രീ ലിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ലോക്ക് ഇൻ പീരീഡ് നാളെ അവസാനിക്കുന്നതുകൊണ്ട് ഈ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. ഗൗഡിയം IVF ആൻഡ് വുമൺ ഹെൽത്ത് കെയർ ലിമിറ്റഡ്, ശ്രീരാം തിരുപ്പതി ബാലാജി അഗ്രോ ട്രേഡിംഗ് ലിമിറ്റഡ്, സ്വാതിക് ഗ്രീൻ എനർജി ലിമിറ്റഡ്, ഗുജറാത്ത് കിഡ്നി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ലിമിറ്റഡ്, ടോളിൻ ടയർ ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളുടെ ഷെയർ ഹോൾഡർ പ്രീ ലിസ്റ്റിംഗ് ലോക്ക് ഇൻ പീരീഡാണ് മാർച്ച് 27 അവസാനിക്കുന്നത്. അതുകൊണ്ട് നവോമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ സ്റ്റോക്കുകളിലൊക്കെ സെല്ലിംഗ് പ്രഷർ വരാനും കൂടുതൽ ഷെയറുകൾ ഈ കമ്പനികളുടെ ഷെയർ ഹോൾഡർ ഓഫ്ലോഡ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇതിൽ കൃത്യമായ ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ ഗൗഡിയം IVF ആൻഡ് വുമൺ ഹെൽത്ത് കെയർ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ഏകദേശം 0.3 കോടി ഷെയറുകളാണ് നാളെ ഓഫ്ലോഡ് ആകുന്നത്. കമ്പനിയുടെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഇക്വിറ്റി ഷെയറുകളുടെ 4% ഇത് വരികയും ചെയ്യും. ഫെബ്രുവരി 27 ആയിരുന്നു കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയത്. 83 രൂപ പെർ ഷെയർ എന്ന റേറ്റിലായിരുന്നു മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയത്. അവിടെ നിന്നും കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് 78 രൂപ പെർ ഷെയർ എന്ന ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് IPO പ്രൈസിനേക്കാളും താഴ്ന്ന ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. രണ്ടാമത്തേത് ശ്രീരാം തിരുപ്പതി ബാലാജി അഗ്രോ ട്രേഡിംഗ് ലിമിറ്റഡ് ആണ്. 6 മാസം മുമ്പേ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ സ്റ്റോക്കാണ്. കമ്പനി ഏകദേശം 1.6 കോടി ഷെയറുകളാണ് നാളെ ലോക്ക് ഇൻ പീരീഡ് അവസാനിക്കുന്നതോടുകൂടി ഫ്രീ ആകുന്നത്. ഈ ഷെയറുകളിൽ സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യത കൂടുതലാണ്. 92 രൂപ പെർ ഷെയർ എന്ന ലെവലിലാണ് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത്. മൂന്നാമത്തേത് സ്വാതിക് ഗ്രീൻ എനർജി ലിമിറ്റഡ്. സ്വാതിക് ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് 25 മില്യൺ ഷെയറുകൾ അല്ലെങ്കിൽ 2.5 കോടി ഷെയറുകളെയാണ് നാളെ മാർക്കറ്റിൽ ഫ്രീ ആക്കുന്നത്. സ്വാതിക് ഗ്രീൻ എനർജി ലിമിറ്റഡ് 465 രൂപയ്ക്ക് അടുത്തായിട്ടാണ് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയത്. അവിടെ നിന്നും സ്റ്റോക്ക് 378 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. മറ്റൊരു സ്റ്റോക്ക് ഗുജറാത്ത് കിഡ്നി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. 3 മാസത്തെ പ്രീ ലിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ലോക്ക് ഇൻ പീരീഡ് മാർച്ച് 27 അവസാനിക്കുന്നത്. അതുമൂലം 0.4 കോടി ഷെയറുകളാണ് നാളെ ഫ്രീ ആകുന്നത്. സ്റ്റോക്ക് 120 രൂപ പെർ ഷെയർ എന്ന റേറ്റിലായിരുന്നു മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയത്. അവിടെ നിന്നും കഴിഞ്ഞ ദിവസം 102 രൂപ പെർ ഷെയർ എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത്. IPO പ്രൈസിനേക്കാളും ഡിസ്കൗണ്ട് ലെവലിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അവസാന സ്റ്റോക്ക് ടോളിൻ ടയർ ലിമിറ്റഡ് എന്ന കമ്പനിയുടെയും 6 മാസത്തെ ലോക്ക് ഇൻ പീരീഡ് അവസാനിക്കുകയാണ്. ഈ ലോക്ക് ഇൻ പീരീഡ് അവസാനിക്കുന്നത് വഴി ഏകദേശം 8 മില്യൺ ഷെയറുകളാണ് ലോക്ക് ഇൻ പീരീഡിൽ നിന്നും ഫ്രീ ആകുന്നത്. അതായത് ടോട്ടൽ ഇക്വിറ്റിയുടെ 20% ഷെയറുകൾ. സ്റ്റോക്ക് 227 രൂപ പെർ ഷെയർ എന്ന റേറ്റിലായിരുന്നു മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയത്. അവിടെ നിന്നും സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വരികയും സ്റ്റോക്ക് ഇപ്പോൾ 96 രൂപ പെർ ഷെയർ, അതായത് 224 നിന്നും 96 രൂപ IPO പ്രൈസിനേക്കാളും താഴ്ന്ന ലെവലിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പല കമ്പനികളുടെയും ഷെയർ പ്രൈസിൽ നാളെ ഇടിവ് വരാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്